വലിയ വാക്കുകൾ പറഞ്ഞിരുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇപ്പോൾ ഭയം വന്നിരിക്കുകയാണ്. പേർഷ്യൻ കടലിൽ ഇറാൻ ഇപ്പോൾ ശക്തമായി നിരീക്ഷണം നടത്താൻ ആരംഭിച്ചിരിക്കുന്നു. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട 2 ഡ്രോണുകളാണ് ഇപ്പോൾ ഈ കൃത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പേർഷ്യൻ കടലിന്റെ അടിഭാഗത്ത് ഇപ്പോൾ ഇറാന്റെ ശക്തമായ സബ്മറൈനുകളുടെ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗദീറും അതുപോലെ തന്നെ ഫതഹ് തുടങ്ങിയ മിനി സബ്മറൈനുകൾ ഇപ്പോൾ ശക്തമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ മുകളിൽ നിന്നുള്ള ശക്തമായ നിരീക്ഷണം ഷഹദ് 129 എന്നറിയപ്പെടുന്ന ഈ ഡ്രോണ്, അതോടൊപ്പം തന്നെ മറ്റൊരു ഗസ എന്നറിയപ്പെടുന്ന പുതിയൊരു ഡ്രോണും, ഇത് രണ്ടും ഇപ്പോൾ ശക്തമായ നിരീക്ഷണം നടത്തി വരികയാണ്. ഒമാൻ കടലിന്റെ ഭാഗത്താണ് ഇപ്പോൾ അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ ഉള്ളത്. ആ ഭാഗത്ത് ശക്തമായ നിരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഡ്രോൺ ശക്തി എന്ന് പറയുന്നത് ലോകത്തെ തുല്യതയില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പത്രം തന്നെ പറയുന്നത് ഇറാൻ ഒരു ദിവസം 400 ഡ്രോണുകളെങ്കിലും നിർമ്മിക്കുന്നുണ്ട് എന്നാണ്. ഇത് ലോകത്തെ വലിയൊരു സംഖ്യയാണ് എന്നും ഇറാന്റെ കയ്യിൽ ഇപ്പോൾ 80,000-ലധികം ഡ്രോണുകൾ ഉണ്ട് എന്നും ഇസ്രായേലിന്റെ മീഡിയ തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭയം വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കന്റെ സൈനിക തലവന്മാർ ഈ അമേരിക്കൻ പ്രസിഡന്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും, ഇതുകൊണ്ടൊന്നും ഇറാന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് പുതിയ കപ്പൽ കൂടെ ഇപ്പോൾ വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പുതിയ കപ്പൽ വ്യൂഹം കൂടെ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടുന്നു എന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയൊരു ആർമാഡയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളത്. ഇറാനെ തകർക്കും, തരിപ്പണമാക്കുമെന്ന് പറഞ്ഞ ട്രംപിന് എന്തിനാണാവോ ഇപ്പോ വേറെ ഒരു എയർക്രാഫ്റ്റ് കാരിയറും കൂടെ ആവശ്യമായത്? എന്നാൽ ഇറാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. അമേരിക്കയുടെ ഏത് സൈനിക നീക്കവും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ അമേരിക്കൻ കപ്പലുകൾക്ക് മുകളിൽ നിന്ന് അമേരിക്കയുടെ വിമാനങ്ങൾ പറന്നുയരാൻ ശ്രമിക്കുന്നത് എങ്കിൽ ആ നീക്കം ഇറാൻ മനസ്സിലാക്കുകയും ഒരു മുൻകൂർ ആക്രമണം നടത്തി അമേരിക്കയുടെ ആ നീക്കം പരാജയപ്പെടുത്തുക, ഇതാണ് ഇറാൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, യമനിലെ ഹൂത്തികൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഈ ആക്രമണം കൃത്യമായി മനസ്സിലാക്കി ഹൂത്തികൾ മുൻകൂർ ആക്രമണം നടത്തിയത് പലതവണ നമ്മൾ വായിച്ചതാണ്. എന്നാൽ ഈ കപ്പലുകളിൽ നിന്നും ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഇറാന്റെ നാവികസേന അത് പിടിച്ചിരിക്കും. ഉടനെ തന്നെ അതിശക്തമായ മുൻകൂർ ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇറാൻ ചെയ്യാൻ പോകുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇറാനെതിരെയുള്ള നീക്കം നടത്താൻ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നു. കാരണം അതുകൊണ്ടാണല്ലോ പുതിയ ഒരു കപ്പൽ വ്യൂഹം കൂടെ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ ഈ കപ്പൽ ആക്രമണം നടത്തുമോ എന്നറിയില്ല. പക്ഷെ ഒരു കപ്പൽ തകർന്നാൽ മറ്റൊരു കപ്പൽ കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. രണ്ടാമത്തെ ഒരു കപ്പൽ വ്യൂഹം കൂടെ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്.